ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 23. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. വിവർത്തനം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണതയോ പരമ ലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. ഭാവാർത്ഥം. മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ജാതികൾക്കും വ്യത്യസ്ത ആശ്രമങ്ങൾക്കും അതാതിനു യോജിച്ച ശാസ്ത്രവിധികളുണ്ട്. ഈ നിയമങ്ങളും ക്രമീകരണങ്ങളും എല്ലാവരും അനുസരിക്കേണ്ടവയാണ്. അവ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം കാമക്രോധ ലോഭങ്ങളാൽ പ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണത നേടുകയില്ല. മറ്റു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഈ സിദ്ധാന്തങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവയെ സ്വജീവിതത്തിൽ പ്രായോഗികമാക്കാത്തവനെ നരാധമനെന്ന് തന്നെ കരുതാം. മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തെ സമുത്കൃഷ്ടമാക്കാനുതകുന്ന നിബന്ധനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്യാത്തവൻ സ്വയം തരം താഴുന്നു. ഈ നിയമ നിബന്ധനകളെയും ധർമാനുഷ്ഠാനങ്ങളെയും എല്ലാം അനുസരിക്കുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ ഭഗവാനെക്കുറിച്ച് ബോധമാർജിക്കാത്ത പക്ഷം അയാളുടെ അറിവെല്ലാം പാഴിലാവുകയും ചെയ്യും. ദൈവവിശ്വാസിയാണെങ്കിലും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാത്ത പക്ഷം അയാളുടെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലാകും. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൻ്റെയും ഭക്തിയുത സേവനത്തിൻ്റെയും മേഖലയിലേക്ക് ഒരാൾ ക്രമേണ ഉയരുക തന്നെ വേണം. എങ്കിലേ പരിപൂർണത കൈവരിക്കാനാവൂ. മറ്റൊരു വിധത്തിലും അത് സാധ്യമല്ല. കാമകാരതഃ എന്ന പദം അർത്ഥഗർഭമാണ്. അറിഞ്ഞുകൊണ്ട് നിയമങ്ങളെ ലംഘിക്കുന്നവൻ കാമപ്രേരിതനത്രേ. നിഷിദ്ധമായത് ചെയ്യുകയാണെന്നറിഞ്ഞിട്ടും അയാൾ പിന്മാറുന്നില്ല. ചെയ്യേണ്ടത് എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല. ഇതിനെ തന്നിഷ്ടമെന്ന് പറയുന്നു. ഇത്തരം തന്നിഷ്ടക്കാർ ഭഗവാന്റെ ശാപമേൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മനുഷ്യ ജീവിതത്തിന് വിധിക്കപ്പെട്ട പരിപൂർണത അവർക്ക് ലഭ്യമല്ല. ജീവിത പവിത്രീകരണമാണ് മനുഷ്യജീവിതത്തിൻ്റെ സവിശേഷോദ്ദേശ്യം. നിയമ നിബന്ധനകളെ ലംഘിക്കുന്ന ഒരാൾക്ക് സ്വയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ സുഖമെന്നത് അയാൾക്ക് അപ്രാപ്യവുമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.